സോ ഗൈസ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത്, ഞാൻ കഥ കെട്ടിണ്ടാക്കുന്ന കാര്യമല്ല. ഓക്കെ, ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് പേര് പറയാൻ ഈ വീഡിയോ ചെയ്യുന്ന വ്യൂസിന് വേണ്ടിയില്ല. ഒബ്വിയസ്ലി വ്യൂസിന് വേണ്ടി തന്നെയാണ്, പക്ഷേ മറ്റേ അർഹിക്കാത്ത വ്യൂസിന് വേണ്ടിയില്ല. ഓക്കെ, കാരണം എനിക്ക് ഈ വീഡിയോ ഒരു 4 പേരുടെ ചിത്രം വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിൽ വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ആയി. ഓക്കെ, പക്ഷേ അതെൻ്റെ ഒരു മാന്യതയല്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അല്ലെങ്കിൽ മീഡിയ ഈ ഒരു മീഡിയയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫേസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അല്ലാതെ 4 ഫോട്ടോസ് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ചെയ്ത് സംഭവിച്ചെന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, പക്ഷേ ഫേസ് കാണിക്കുന്ന സമയത്ത് ഉറപ്പാണ് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് ആ സമയം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതുമായിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. യൂട്യൂബിലും ഗൂഗിളിലും എൻ്റെ പേര് നോക്കാൻ ഇപ്പോഴും പേടിയാണ്. ഇതൊന്നും ഞാൻ അറിയിക്കുന്നില്ല, നിമിഷ പറയുന്നു. ഓക്കെ, സോ ബിഗ് ബോസ് മുൻ താരം അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 4 താരം നമുക്കറിയാം, നിമിഷ, ജാസ്മിൻ, റിയാസ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിലിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം റിയാസ്. ഓക്കെ, സോ റിയാസ് ഒബ്വിയസ്ലി വൈറലാണ്. കാരണം ഈ അടുത്ത് ആരതിയെപ്പോഴേ കുറിച്ചൊരു Q&A വീഡിയോ ചെയ്യുന്നത് റിയാസ് വൈറലായി. ഓക്കെ, റിയാസ് ഓൾറെഡി വൈറലാണ്, പക്ഷേ ഈ അടുത്ത് ചർച്ചാ വിഷയമായത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതിനെതിരെ ബ്ലെസ്ലി രംഗത്ത് വന്നപ്പോൾ ബ്ലെസ്ലിയെ തിരിച്ച് റിയാസ് തെറിയ വിളിച്ചു. അപ്പോൾ അവർ രണ്ടാൾക്കാരും ക്ലിക്കായ സമയത്ത് ഇപ്പോൾ ആരതിപ്പൊടിയും ക്ലിക്കായോ ഒബ്വിയസ്ലി. ആ സമയത്ത് ഡോക്ടർ റോബിനും എന്തായാലും വൈറലായി. ഓക്കെ, സോ എങ്ങനെ പോയാലും ഈ ഒരു 7 മാസം കഴിഞ്ഞിട്ട്, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞിട്ടും 7 മാസം ആവാറായിട്ടും ഇപ്പോഴും ഈ ഒരു കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു മത്സരാർത്ഥികൾ ഇപ്പോഴും വൈറൽ അല്ലെങ്കിൽ ഇവരിപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞാണ് നിമിഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്കുകളിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ബിഗ് ബോസ് മലയാളം സീസൺ 4 അവസാനിച്ചിട്ട് മാസങ്ങളായെങ്കിലും മറ്റ് സീസണുകളിൽ ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള സ്വീകാര്യതയാണ് ഇപ്പോൾ സീസൺ 4 മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെയാണ്. ഉദ്ഘാടനങ്ങളും സിനിമയും യൂട്യൂബ് ചാനലുകളും ഒക്കെ പലരും ഇപ്പോൾ ലൈം ലൈറ്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും വിശേഷങ്ങൾ ആരാധകർ നൊടിയിടിയിൽ അറിയുന്നുമുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ട്രെൻഡിങ് എല്ലാവരും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും പല മത്സരാർത്ഥികളും ട്രെൻഡിങ്, അവരോട് പ്രശ്നം അവരെന്നെ ഉണ്ടാക്കും, അവരെന്നെ തിരിച്ച് തെറി വിളിക്കും, അവർ ആരാധകർ വന്ന് തെറി വിളിക്കും, ഫുൾ ഒരു ട്രെൻഡായ രീതിയിൽ നിൽക്കാനൊക്കെ. സോ അവർക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു മൈൻഡ് പവർ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ട്രിക്ക് അവർക്ക് അറിയാം. സോ അതാണ് നിമിഷ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 അവസാനിച്ചിട്ടും ഇപ്പോഴും ചർച്ചകളിൽ നിൽക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ദിൽഷയും റിയാസ് സലീമും ബ്ലെസ്ലിയും നിമിഷയും ജാസ്മിൻ മൂസയും ഒക്കെയാണ്. ഓക്കെ, ഇതിനിടെ മത്സരാർത്ഥികളുടെ പരസ്പരമുള്ള പോരും അവരുടെ ആരാധകർ തമ്മിലുള്ള പോരും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി നടന്നത് റിയാസ് സലീമിൻ്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തായതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റിയാസിൻ്റെ ആ ശബ്ദം റിയാസ് ആരതിപ്പൊടിയെ എതിരൊരു Q&A ചെയ്തു, അത് ട്രോളായി, അത് ഭയങ്കര ഇഷ്യൂ ആയി. അതിനെതിരെ ബ്ലെസ്സിൽ സ്റ്റോറി ഇട്ടു, അതിനെതിരെ റിയാസ് പിന്നെ സ്റ്റോറി ഇട്ടു, അതിനെതിരെ കുറച്ച് ആരാധകർ കമൻറ്റ് ചെയ്തു. ആ കമൻറ്റിനെതിരെ റിയാസ് നല്ല വെടിപ്പിന് വൃത്തിയിലേക്ക് നല്ല വോയിസും കൊടുത്തു. ഓക്കെ, സോ ബിഗ് ബോസ് മലയാളം സീസൺ 4 ഏറെ ആരാധകരുള്ള മറ്റൊരു താരമാണ് നിമിഷ. തൻ്റെ വിശേഷങ്ങളും യാത്രകളും എല്ലാം നിമിഷ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇൻസ്റ്റഗ്രാമിലൂടെ ആസ്ക് എ ക്വസ്റ്റ്യൻ റൗണ്ടുമായി എത്തിയിരിക്കുകയാണ് നിമിഷ. ഇതിൽ തൻ്റെ വ്യക്തിപരമായ വിശേഷങ്ങളും ബിഗ് ബോസ് ഷോയിലെ കാര്യങ്ങളും എല്ലാം നിമിഷ പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളോട് കടക്കാം. ടോക്സിക് ആയിട്ടുള്ള ആരാധകരെ കുറിച്ചും പക്ഷഭേദം കാണിക്കുന്ന യൂട്യൂബ് ചാനലുകളെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്നാണ് ഇതിൽ ഒരാൾ നിമിഷയോട് ചോദിച്ചത്. ഇത് നിമിഷ നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമാവുന്നത്. താനും റിയാസും ജാസ്മിനും ഉൾപ്പെടെ ഗ്യാങ്ങിനോട് വളരെ മോശമാണ് നിമിഷ പെരുമാറിയത് എന്നും ഇത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നായിരുന്നു നിമിഷ പറഞ്ഞത്. നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇക്കാര്യം ഇന്നലെ ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. എത്രത്തോളം മോശമായാണ് മാധ്യമങ്ങൾ ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ, റിയാസ്, ജാസ്മിനി എന്ന ഗ്യാങ്ങിനോട് നമുക്ക് ഒബ്വിയസ്ലി അറിഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും ബിഗ് ബോസിലെ അതായത് നമ്മളെ ദിൽഷ, ഡോക്ടർ റോബിൻ, പ്ലസ് ഒരു ഗ്യാങ്ങുമായിരുന്നു ബിഗ് ബോസിൽ. അവരുടെ കാരണമൊക്കെ അവരൊരു ടീമുമായി ചെയ്തു. അങ്ങനെ ബിഗ് ബോസിലെല്ലാം ഒരു ടീമാണെങ്കിലും എല്ലാം സോളോ പ്ലേയേഴ്സാണ്, പക്ഷേ അവരൊരു ടീമുമായി നിന്നു. അതേപോലെ നമ്മളെ റിയാസ്, ജാസ്മിനി, നിമിഷ അവരൊക്കെ വേറെ ടീമായിരുന്നു, വേറെ ആൾക്കാർ വേറെ ടീം. ഓക്കെ, സോ അത് നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ വളരെ റിയൽ ആയിരുന്നു, അതായത് ആ ഒരു ഗ്യാങ് വളരെ റിയൽ ആയിരുന്നാണ് നിമിഷ പറയുന്നത്. ഓക്കെ, നിമിഷ ഉൾപ്പെടെ ജാസ്മിൻ ഉൾപ്പെടെ റിയാസ് ഉൾപ്പെടെയുള്ള ഗ്യാങ്. ഓക്കെ, ഞങ്ങൾ അകത്തും പുറത്തും ഒരേ ആൾക്കാർ തന്നെയായിരുന്നു. പോലും എനിക്ക് എൻ്റെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ ധൈര്യമല്ല. 2 പേരാണ് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്തിരുന്നത്. ഓക്കെ, ഞാൻ ഷോയിൽ നിന്ന് പുറത്ത് വന്ന ശേഷം എൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവർ എന്നോട് പറഞ്ഞത് എൻ്റെ പേര് ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യരുത് എന്നായിരുന്നു. അത്രയും സ്ലട്ട് ഷെയ്മിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ബയാഡ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളായിരുന്നു അതിന് പിന്നിൽ. അത്രയും വെറുപ്പും വിദ്വേഷവും പരത്തുന്നവരായിരുന്നു. ഓക്കെ, ചാനലുകാർക്കും ഞങ്ങളും മനുഷ്യരാണെന്ന ചിന്തയോ ഞങ്ങൾക്കും വേദനയും വിഷമങ്ങളും ഉണ്ടെന്ന തിരിച്ചറിവില്ലായിരുന്നു. അവർ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് അവർക്കൊപ്പം ചേർന്ന് നിരവധി പേരുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു മനുഷ്യർ എന്ന നിലയിൽ പോലും കാണാത്ത ജനങ്ങളെ ജഡ്ജ് ചെയ്ത യൂട്യൂബ് ചാനലുകൾ പക്ഷപാതമാരായിരുന്നു. അതൊട്ടും ശരിയായ കാര്യമല്ല, ഞങ്ങൾ അത് അറിയിക്കുന്നില്ല. ഓക്കെ, സോ
എനിക്ക് പലപ്പോഴും ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന തരത്തിലുള്ള മെസ്സേജുകൾ ലഭിച്ചിരുന്നു. കൂട്ടുകെട്ടുകളുടെയും കുറ്റബോധം. ഈ ആരാധകരും ഈ യൂട്യൂബ് ചാനലുകളും എനിക്കെതിരെ ഒരുപാട് വിദ്വേഷങ്ങളും വെറുപ്പും പരത്തി. കാരണം ഞാൻ ഷോയിൽ പല ആളുകൾക്കൊപ്പം ചേർന്നു എന്നതിനാൽ. എന്നാൽ ഞാൻ അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ അറിയിക്കാത്ത കാര്യങ്ങൾക്ക് പോലും സ്ഥിരമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇപ്പം നിമിഷ പറയുന്നത്. ഓക്കെ, അതായത് നിമിഷ ബിഗ് ബോസിലെ മറ്റു ഗ്യാങ് ആയിരുന്നു. അതിലേക്ക് ഒരുപാട് ഗ്യാങ്സ് ഉണ്ടായിരുന്നു. സോ അതിലൊരു ഗ്യാങ് ആയിരുന്നു നമ്മളെ ഡോക്ടർ റോബിന്, ദിൽഷ, ബ്ലസ് ഇവർ കടങ്ങുന്ന ഒരു ഗ്യാങ്. ഓക്കെ, രണ്ടാമത്തെ ഗ്യാങ് ആയിരുന്നു നിമിഷ, ജാസ്മിൻ, റിയാസ് കടങ്ങുന്ന വേറൊരു ഗ്യാങ്. ഓക്കെ, അപ്പോൾ ഈ സൂരജ്ങ്ങളൊക്കെ വേറെ ഇവരിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഗ്യാങ്ങിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ 2 ഗ്യാങ്ങുകളിൽ നമ്മളെ നിമിഷ ഈ ജാസ്മിൻ്റെയും റിയാസിൻ്റെയും ഗ്യാങ് പെട്ടതോടുകൂടി നിമിഷ ചെയ്യാത്ത കാര്യങ്ങൾ പോയി നിമിഷയുടെ തലയിൽ വന്നാണ് നിമിഷ പറയുന്നത്. ഓക്കെ, സോ വീഡിയോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.